വെൽക്കം ടു ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറോട്ട. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു പൊട്ടാറ്റോ, കൊറിയാൻഡർ ലീവ്സ് 4-5 സ്ട്രാൻഡ്, ഉപ്പ്, മുളക് പൊടി, ആട്ട. അപ്പം നമുക്ക് ആദ്യം ആലു പൊറോട്ടയ്ക്കുള്ള ആലു മിക്സ്ചർ ഉണ്ടാക്കാം. അതിനു വേണ്ടി നമ്മളെടുത്ത പൊട്ടാറ്റോ ഇങ്ങനെ ഈ സൈസിൽ കട്ട് ചെയ്ത് ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പൊന്നിടാം. ഞാനിപ്പം ഈ ആലുവിൻ്റെ തൊലിയൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. ചിലർ ആദ്യം തന്നെ തൊലി പീൽ ചെയ്തിട്ടാണ് ആലു ബോയിൽ ചെയ്യുന്നത്. ഞാൻ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് തൊലി എടുത്ത് കളയുന്നത്. എനിക്കത് ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ആലു ബോയിൽ ചെയ്യുന്നതും ചിലർ അത് കുക്കറിലിട്ട് ബോയിൽ ചെയ്യും. പക്ഷേ ഞാൻ മൈക്രോവേവിലാണ് ബോയിൽ ചെയ്യുന്നത്. മൈക്രോവേവിൽ ബോയിൽ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പം മൈക്രോവേവിൽ നമ്മൾ അധികം വെള്ളം ഒഴിക്കുന്നില്ല, അല്പം വെള്ളം ഒഴിക്കുന്നുള്ളൂ. അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാത്രം, ഓവർ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി. ഇപ്പം മൈക്രോവേവിൽ കുക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഉണ്ടാക്കുന്ന ആലു മിക്സ്ചർ അത്രയും വാട്ടറിയും സോഗിയും ആകത്തില്ല. നമുക്ക് അങ്ങനത്തെ ഒരു മിക്സ്ചറാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഈ മാവിൻ്റെ കൂടെ നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പം വാട്ടറിയും സോഗിയാണെങ്കിൽ നമ്മുടെ പൊറോട്ട പരത്തുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പം നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം നമ്മുടെ മിക്സ്ചർ വാട്ടറി ആകാതിരിക്കാൻ വേണ്ടി. അപ്പം കുക്കറിൽ ഉണ്ടാക്കിയ ആ ആലു മിക്സ്ചർ എന്തായാലും വാട്ടറി ആകും. സോ അതുകൊണ്ട് മൈക്രോവേവിൽ വേണം ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ അല്പം ഉപ്പിട്ടിരിക്കുന്നത് ഈ ആലുവിലുള്ള മധുരം മാറാൻ വേണ്ടി. ആലുവിൽ ഇച്ചിരി ഒരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിടുന്നത്. പിന്നെ ഉപ്പിട്ടാൽ പെട്ടെന്ന് ബോയിലും ആകും. ഞാനിപ്പം എൻ്റെ ഈ ഒരു പൊട്ടാറ്റോ മൈക്രോവേവിൽ 10 minutes ആണ് വെക്കാൻ പോകുന്നത്. നിങ്ങളുടെ പൊട്ടാറ്റോയുടെ ക്വാണ്ടിറ്റിയും സൈസ് അനുസരിച്ച് ടൈം മാറ്റണം. അപ്പം നിങ്ങൾക്ക് ആദ്യം ഒരു 5 minutes വെച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് പിന്നെയും ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ടൈം വെക്കാം. അപ്പം നമുക്കിത് മൈക്രോവേവ് വെച്ച് ബോയിൽ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ആലു ബോയിൽ ആകുന്ന ടൈം കൊണ്ട് നമുക്ക് ആട്ടപ്പൊടി വെച്ച് മാവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു വലിയൊരു ബൗൾ എടുക്കുവാണ്. അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആട്ടയുടെ പൊടി ഞാൻ ഇടുവാണ്. അപ്പം ഈ മാവ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ അതിന് ഈ ആട്ടമാവ് ഉണ്ടാക്കാൻ വേണ്ടി ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളം ഉപയോഗിക്കുമ്പം നമ്മുടെ മിക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ ഞാൻ അതിലോട്ട് അല്പം ഉപ്പും ആഡ് ചെയ്യാറുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് നമ്മുടെ മാവ് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിതിൽ അവസാനം ഇച്ചിരി എണ്ണയും കൂടെ ഇട്ടിട്ടാണ് കുഴച്ചിരിക്കുന്നത്, നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ആട്ടമാവ് ബോൾസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സൈസും കട്ടിയും ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് അകത്ത് ആലു ഇടാനുള്ള സ്ഥലം കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സോഫ്റ്റാണ്, നല്ല ഡ്രൈ ആയി ഇരിക്കണം, അധികം വാട്ടറി ആയിരിക്കില്ല. ഇനി നമുക്ക് നമ്മുടെ ആലു മിക്സ്ചർ റെഡിയാക്കാം. അപ്പം നമ്മുടെ ആലു ബോയിൽ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്തുള്ള വെള്ളം എല്ലാം വറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കണം. വെള്ളം ഒരിക്കലും കൂടി പോകാൻ പാടില്ല. വെള്ളം വരുന്ന ആ മിക്സ്ചർ ഭയങ്കര വാട്ടറി ആയി പോവും. പിന്നെ നമ്മുടെ ആലു പൊറോട്ട നന്നായിട്ട് വരത്തില്ല. അപ്പം ഇനിയും ഞാൻ ഇതിൻ്റെ സ്കിന്നെല്ലാം പീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാ ഇങ്ങനെ ചുമ്മാതെ അങ്ങ് നമുക്ക് ഊരിയെടുക്കാം. ചൂടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ എല്ലാ പീസിൻ്റെയും സ്കിന്ന് നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മാഷ് ചെയ്യാം. അപ്പം ഞാൻ സ്കിന്നെല്ലാം പീൽ ചെയ്തിട്ടുണ്ട്. സ്കിൻ പീൽ ചെയ്യുമ്പം സൂക്ഷിക്കേണ്ട ഒരു കാര്യം, കൈ പൊള്ളാതിരിക്കാൻ നോക്കണം. ബിക്കോസ് അത് നല്ല ഹോട്ടാണ്. നമ്മൾ ബോയിൽ ചെയ്ത് ജസ്റ്റ് എടുത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം തന്നെ സ്കിൻ പീൽ ചെയ്തിട്ട് മൈക്രോവേവ് വെച്ചാൽ മതി. പിന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതെല്ലാം നല്ല കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അധികം വാട്ടറിയും അല്ല ഡ്രൈയും അല്ല. അപ്പം നമ്മൾ ആദ്യം ഒഴിക്കുന്ന വെള്ളം കൂടിപ്പോയാൽ ഇത് ഭയങ്കര വാട്ടറി ആയിപ്പോവും, സോഗി ആയിപ്പോവും. വെള്ളം കുറഞ്ഞാൽ ഡ്രൈ ആയിപ്പോവും. അപ്പം നമ്മൾ കറക്റ്റ് എമൗണ്ട് ഓഫ് വെള്ളം ഒഴിക്കണം. അപ്പം നിങ്ങളൊരു 5 minutes വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഇനി വെള്ളം ആവശ്യമുണ്ടോ അതോ വെള്ളം കുറയ്ക്കണോ, അത് മനസ്സിലാവും. അപ്പോൾ വെള്ളം ഇച്ചിരി കൂടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരിക്കലും കൂടുതൽ ഒഴിക്കില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ ഒരിക്കലും ആകാൻ പാടില്ല. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഇത് കറക്റ്റ് ഫുള്ളി പോകണം അകത്ത്, എന്നാലേ അത് നന്നായിട്ട് ബോയിൽ ആകുമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരിക്കലും അണ്ടർ കുക്ക് ആവാൻ പാടില്ല. ഇച്ചിരി ഓവർ കുക്ക് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും അണ്ടർ കുക്ക് ആവില്ല. ഇനി നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഫുൾ ഒരു പൊട്ടാറ്റോ നമ്മൾ ബോയിൽ ചെയ്തത് നന്നായിട്ട് മാഷ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ ആക്കിയെടുക്കണം.
അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കണം, ലംസ് ഒന്നും പാടില്ല. അതിനുവേണ്ടി ആ ഫോർക്ക് ഉപയോഗിക്കുന്നത്. ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ ലംസ് എല്ലാം പൊട്ടിച്ച് കളഞ്ഞ് വേണം ചെയ്യാൻ. ഇപ്പം നിങ്ങൾക്ക് ബെയർ ഹാൻഡ്സ് വെച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ആലു മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബാക്കി മസാലയൊക്കെ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ഇതിലോട്ട് അല്പം മുളക് പൊടി ആഡ് ചെയ്യുവാണ്. ഉപ്പ് നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇനിയും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഇതിൽ നമ്മൾ ആകെ ആഡ് ചെയ്യുന്നത് ഉപ്പും മുളക് പൊടിയും കൊറിയാണ്ടർ ലീവ്സും ആണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ചിലവർ ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇടും. പക്ഷേ എനിക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇഷ്ടം. ഇത് കൂടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച് കൊറിയാണ്ടർ ലീവ്സ് ഞാൻ അതിൻ്റെ തണ്ടെല്ലാം മാറ്റി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഉപ്പും മുളക് പൊടിയൊക്കെ ആയിരിക്കണം. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇനിയും ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം, മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യണം, പിന്നെ കൊറിയാണ്ടർ ലീവ്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചപ്പാത്തി പരത്തുമ്പോൾ അതിൻ്റെ അകത്താണ് ഇത് വെക്കാൻ പോകുന്നത്. ഞാനപ്പം ഇച്ചിരിയും കൂടെ മുളക് പൊടിയും ഉപ്പും നമ്മൾ എടുത്തു വെച്ചിരുന്ന കൊറിയാണ്ടർ ലീവ്സ് ഫുള്ളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കണം മിക്സ്ചർ. അപ്പം നമുക്ക് ഇനിയും ഇതിനെ ചെറിയ ബോൾസ് ആക്കി മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് മുളക് പൊടിയും ഉപ്പും കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്ത പൊട്ടറ്റോ മിക്സ്ചറിനെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആട്ട മാവും പൊട്ടറ്റോ മിക്സ്ചറും റെഡിയാണ്. ഇനിയും ഇത് എങ്ങനെയാണ് പരത്തേണ്ടതെന്ന് കാണിച്ചു തരാം. ഇനി ആലു പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഒരു ആട്ടയുടെ മാവ് കുഴച്ചൊരിക്കുന്ന ഒരു ബോൾ എടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ആട്ടയുടെ പൊടിയിൽ ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് പരത്തണം. ഒരു ചെറിയൊരു സർക്കിൾ ആക്കണം. ഇത് ഇത്രയും വലിപ്പം മതി. ഈ ഒരു സൈസിലൊരു സർക്കിൾ ആക്കുക. ഇതിൻ്റെ നടുക്കിലോട്ടാണ് നമ്മളിനി ആലു മാഷ് ചെയ്ത ആലു വെക്കാൻ പോകുന്നത്. ഈ ആലു വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്, അതിലാണ് ഈ ആലു പൊറോട്ടയുടെ മെയിൻ സീക്രട്ട്. അതാണ്. അപ്പം നമ്മൾ പരത്തി ഈ ഒരു സൈസിലെത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്കിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആലുവിൻ്റെ ബോൾ ഇടാൻ പോവാം. അതിന് മുന്നേ ഞാൻ ഇച്ചിരി ഗീ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് തൂക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഗീ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഗീ ഇടേണ്ട ആവശ്യമില്ല. ഇതൊന്നൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ചിലർ ഗീക്ക് പകരം എണ്ണയും തൂക്കും നടുക്ക്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആലുവിൻ്റെ ബോൾ ഞാൻ ഇതിലോട്ട് വെക്കുന്നു. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് ഈ ആലു പൊറോട്ടയുടെ മെയിൻ സീക്രട്ട്. ഇത് നമ്മൾ നന്നായിട്ട് ക്ലോസ് ചെയ്താൽ ആലു പൊറോട്ട നമ്മൾ പരത്തുമ്പോൾ പൊട്ടത്തില്ല. അപ്പം ആദ്യം ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, ഇങ്ങനെ, ഇങ്ങനെ ഫുൾ സർക്കിൾ നമ്മൾ തീർക്കണം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് ഞെക്കി കൊടുക്കണം, ഒന്ന് ലോക്ക് ആവാൻ വേണ്ടിയിട്ട്. ഇത് ലാസ്റ്റ് വൺ വരുമ്പം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ. ഇപ്പം നമ്മുടെ ആലു പൊറോട്ടയുടെ ബോൾ, നമ്മൾ ആട്ടയുടെ മാവും ആലും കൂടെ വെച്ചിട്ടുള്ള ബോൾ നമ്മൾ ഉണ്ടാക്കി ലോക്കായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ പരത്താം. അപ്പം ആദ്യം ഇതിനെ നന്നായിട്ട് ആട്ടയുടെ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യണം. അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിപ്പ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്താം. ഞാനിതിപ്പം ഇങ്ങനെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗം മേളി വെച്ചാണ് ഞാൻ പരത്തുന്നത്. പതുക്കെ പരത്തണം, അതൊന്ന് പൊട്ടാൻ പാടില്ല. അത് നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനെ തിരിച്ച് ഓരോ ഭാഗമായിട്ട് പതുക്കെ പരത്തുക. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഈ ആലു പൊറോട്ട. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമുക്ക് അധികം സാധനങ്ങളുടെ ആവശ്യമില്ല. നല്ല ഇത് ആലു ഉള്ളതുകൊണ്ട് നമ്മുടെ വയറ് നിറയും ചെയ്യും. നല്ല ഹെവിയുമാണിത്, ടേസ്റ്റിയാണ്. നമ്മൾ ചുമ്മാ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിയോട് നമുക്ക് കറികളും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ ആലു പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല.
പിന്നെ ഇത് പരത്തി ചിലവർക്ക് ഇത് നല്ല തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. തിക്കായിട്ട് ഇരിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇത്രയും പരത്തിയാൽ മതി. ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് തിന്നാക്കുക. അപ്പം നമുക്ക് കാണാം നമ്മുടെ ആലു പൊറോട്ട പൊട്ടുന്നില്ല. അപ്പോൾ പൊട്ടാതിരിക്കാനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് ലോക്ക് ചെയ്യണം. ഞാനിപ്പോൾ ലോക്ക് ചെയ്യുന്ന കാണിച്ചല്ലോ, അത് നന്നായിട്ട് ലോക്ക് ചെയ്യണം. പിന്നെ വേറൊരു കീ ഇമ്പോർട്ടൻറ്റ് നോട്ടാണ്, ആലുവിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കിയ ആലു മിക്സറിൽ ഇച്ചിരിയെങ്കിലും വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടാതെ പരത്താൻ പറ്റത്തില്ല, അത് പൊട്ടിപ്പോകും. അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ആലു മിക്സറിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആലു മിക്സർ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം എന്തായാലും വരും. അപ്പോൾ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ആലു മിക്സർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം, എന്നിട്ട് അപ്പം തന്നെ ആലു പൊറോട്ട ഉണ്ടാക്കണം. ഓക്കെ, അപ്പം ഞാനിപ്പം ഈ ഒരു സൈസിലാണ്. നമ്മുടെ ഈ തിക്നെസ് ഒക്കെ കാണാൻ നമ്മുടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊട്ടും പൊട്ടിയിട്ടില്ല ഒരു ഭാഗം പോലും. അപ്പം നമുക്കിനി ഇത് നമ്മുടെ പാനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഞാൻ ആലു പൊറോട്ട ഫ്രൈങ് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ നന്നായിട്ട് ബട്ടറൊക്കെ പുരട്ടി കൊടുക്കണം, നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ആലു പൊറോട്ട നല്ല ബ്രൗൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബട്ടർ തേച്ച് കൊടുക്കണം. രണ്ട് സൈഡിലും നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കണം. ആലു പൊറോട്ട നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഈ പാനിൽ ഇടുമ്പോൾ ബട്ടർ നന്നായിട്ട് തേക്കുന്നുണ്ട് രണ്ട് സൈഡിലും. ചിലവർ പാനിൽ ഇടുമ്പോൾ ബട്ടർ തേക്കാറില്ല, അവർ കാസ്ട്രോളിൻ്റെ അകത്ത് ഇടുമ്പോഴാണ് ബട്ടർ തേക്കുന്നത്. അപ്പോൾ ആ ചൂടിൽ ബട്ടർ നന്നായിട്ട് അബ്സോർബായി ആലു പൊറോട്ട നല്ല സോഫ്റ്റ് ആവും. ഞാൻ പാനിലും തേക്കും, കാസ്ട്രോളിൽ ഇടുമ്പം ഇച്ചിരി തേക്കും, അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം 2 പ്രാവശ്യം തേച്ചാൽ നല്ലതായിരിക്കും. ഗീ കുറയ്ക്കണമെങ്കിൽ കാസ്ട്രോളിൽ വെക്കുമ്പോൾ മാത്രം തേച്ചാലും മതി. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത്രയും ബ്രൗൺ ആയാൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ബ്രൗൺ ആക്കണമെങ്കിൽ ആക്കാം. ഇതിനെ നമുക്ക് കാസ്ട്രോളിലോട്ട് മാറ്റി വെക്കാം. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആലു മിക്സ് വെച്ച് എനിക്ക് 5 ആലു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആണ്, നിങ്ങൾക്കിത് കാണാം. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ആലു നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു ഈസി റെസിപ്പിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ആലു പൊറോട്ടയുടെ കോമ്പിനേഷൻസ് ആണ്. ഇതൊരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ നാരങ്ങ നീര് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് മിൻറ്റ് ചട്നിയാണ്. ഇത് ഞങ്ങളുടെ പ്രീവിയസ് റെസിപ്പീസിലുണ്ട് ഈ മിൻറ്റ് ചട്നി, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് പിക്കിളാണ്, ഏതെങ്കിലും പിക്കിൾ ഉപയോഗിക്കാം. ചിലരിത് പ്ലെയിൻ തൈരിൻ്റെ കൂടെയും കഴിക്കും. അപ്പം ഈ കോമ്പിനേഷൻസ് ആണ് ആലു പൊറോട്ടയുടെ ഏറ്റവും നല്ലത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് അധികം ഗീ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പാനിൽ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഗീ ഇടേണ്ട ആവശ്യമില്ല. കാസ്ട്രോളിൻ്റെ അകത്ത് ആലു പൊറോട്ട ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അപ്പം ഗീ ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് അത് ആലു പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇതപ്പോൾ ഭയങ്കര ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറക്കണ്ട, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Hope you all liked our recipe. ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത റെസിപ്പിയായി വരുന്നവരേക്കും ബൈ.